ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കനത്ത പ്രഹരമാണ് ഏറ്റത്. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ പോറ്റിയുടെ 1.3 കോടി രൂപ വില വരുന്ന ആസ്തികളാണ് ഒറ്റ ദിവസത്തിൽ ED മരവിപ്പിച്ചത്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. 1.3 കോടി രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ മരവിപ്പിച്ചെന്നാണ് ED അറിയിച്ചിട്ടുള്ളത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം കണ്ടെത്തിയതായും ED വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ 2019 മുതൽ 2024 വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വർണം ചെമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇന്നലെയാണ് 21 കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED വ്യാപക റെയ്ഡ് നടത്തിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും പരിശോധനയുണ്ടായിരുന്നു. ഈ പരിശോധനകളിലാണ് സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. സ്വർണ്ണ കട്ടികളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. 2019-നും 2024-നും ഇടയിൽ ദേവസ്വം ബോർഡ് പുറപ്പെടുവിപ്പിച്ച ഉത്തരവുകളും ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ED ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതേസമയം ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്നാണ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത്. നഷ്ടമായ ബാക്കി സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം. അറസ്റ്റിന് പിന്നാലെ ആശുപത്രിയിൽ തുടരുന്ന പ്രതി ശങ്കർദാസിന്റെ രോഗമെന്തെന്നും എന്ത് ചികിത്സ നൽകണമെന്നും മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഗൗരവമേറിയ പരാമർശങ്ങൾ. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൽ പ്രതിക്രിയയാകുമോ എന്ന് തുടങ്ങുന്ന വരികൾ ഉദ്ധരിച്ചാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ്.